ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 36ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലായ്പ്പോഴും ഒരേപോലെ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ചില സമയങ്ങളിൽ അതീവ ദുഃഖത്തിലൂടെ പോകുന്ന സമയം, വേദനാജനകമായ സമയം, തിക്ത അനുഭവങ്ങളും കൈപ്പേറിയ ഓർമ്മകളുമെല്ലാം നൽകുന്ന ചില സമയങ്ങൾ. ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ചിന്തകൾ പുറകോട്ട് വലിയും, നമുക്ക് ആത്മീയമായ ഒരു ഉണർവുണ്ടാവില്ല, സന്തോഷം അനുഭവിക്കാനായിട്ട് ഒരുപക്ഷെ സാധിക്കുകയുമില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുവാനായി സാധിക്കുക? അതിന് ഉപകരിക്കുന്ന ചില വഴികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോവുക. ഒന്നാമത്തേത് മൗനത്തിൻ്റെ വഴി, ദ വേ ഓഫ് സൈലൻസ്. നമുക്കറിയാം, മൗനം ആഴത്തിലുള്ള ആലോചനയുടെ സമയമായിരിക്കും. ഈശോയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണുവാൻ സാധിക്കുക, ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും ഒക്കെ ഒരേ മനോഭാവത്തോടെ ദൈവപിതാവിൻ്റെ മുമ്പിലായിരിക്കുവാൻ ഈശോ ശ്രമിച്ചിരുന്നു. സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്, മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഈശോയുടെ രൂപം. നമുക്കറിയാം, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു, വലിയ പ്രസക്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും ഈശോ പ്രാർത്ഥിക്കുവാനും മൗനമായി പിതാവിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുവാനും സമയം കണ്ടെത്തുമായിരുന്നു. സ്നേഹമുള്ളവരെ, ആ മൗനത്തിൻ്റെ നിമിഷങ്ങളിൽ, നിശബ്ദതയുടെ നിമിഷങ്ങളിൽ ദൈവപിതാവുമായുള്ള സംസാരം, ആ സംസാരമാണ്, ആ ആത്മീയ ശക്തിയാണ് പിന്നീട് മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ വേദനകൾ കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും കരുണയോടെ പ്രവർത്തിക്കുവാനും ഈശോയ്ക്ക് ഉപോത്ബലകമായി വന്നത്. നമുക്കറിയാം, ഭാരതീയ സംസ്കാരമനുസരിച്ച് നിശബ്ദതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഋഷി വര്യന്മാര് വലിയ മരച്ചുവട്ടിലൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മുടെയൊക്കെ ചിന്തകളിലും ദൃഷ്ടിയിലുമൊക്കെ പതിഞ്ഞിട്ടുണ്ടാവാം. മാസങ്ങളും വർഷങ്ങളുമൊക്കെ അവർ ധ്യാനത്തിലായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ തേടി ധാരാളം ജനങ്ങളെത്തുമായിരുന്നു. അവരുടെ വേദനകളും ദുഃഖങ്ങളുമൊക്കെ ആ വ്യക്തികളുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുമായിരുന്നു. വലിയ ആശ്വാസദൂതുമായി അവരവിടുന്ന് തിരിച്ചു പോകുമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഈ തിക്തമായ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തെ നേരിട്ടിട്ടുള്ളത്? നിശബ്ദതയിലൂടെ കടന്നു പോകാൻ, നിശബ്ദമായിരിക്കാൻ, ചുറ്റും ബഹളമയമാകുമ്പോഴും ആന്തരികമായ നിശബ്ദതയിലൂടെ പോകുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് നന്ദി പറയാം. ഇന്ന് ധാരാളം ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. എനിക്കറിയാം, ചില വ്യക്തികൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ. അവര് പറയാറുണ്ട്, അച്ചോ, വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ ഒക്കെ ഒന്ന് മാറി നിൽക്കുവാനായി തോന്നും. അങ്ങനെ വരുമ്പം 3 മുതൽ 5 വരെ അല്ലെങ്കിൽ 7 വരെ ദിവസങ്ങളിൽ ഏകാന്തമായി പ്രാർത്ഥിക്കാൻ സൗകര്യമൊരുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി എല്ലാം മറന്ന് സെൽഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത്
വീട്ടുകാരോടൊക്കെ 2-3 ദിവസം മാറി നിൽക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ, നിശബ്ദതയിലായിരിക്കുവാൻ അങ്ങനെ ചെലവഴിച്ച് വലിയ ശക്തിയോടുകൂടെ ഞങ്ങൾക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിക്കുന്ന ആശ്രമങ്ങളും സ്ഥാപനങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്. നമ്മുടെയൊക്കെ നിയന്ത്രണം നഷ്ടമാകുന്ന നിമിഷങ്ങളിൽ, ബഹളമയമായ ചുറ്റുപാടിൽ ആന്തരികമായ നിശബ്ദത അനുഭവിക്കണമെങ്കിൽ നമ്മൾ തന്നെ ബോധപൂർവം മൗനത്തിൻ്റെ വഴികളിലേക്ക്, നിശബ്ദതയിലേക്ക് വരണം. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവില്ല, എന്നാൽ മനസ്സിൽ ചിന്തകളുടെ അണമുറിയാത്ത പ്രവാഹങ്ങളായിരിക്കാം. ഈ ചിന്തകളുടെ അണമുറിയാത്ത പ്രവാഹം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ജീവിതങ്ങളായിരിക്കാം. അവ നൽകിയ തിക്ത അനുഭവങ്ങളും കൈപ്പേറിയ ഓർമ്മകളുമായിരിക്കാം. ഇവ നമ്മൾ എത്ര ശ്രമിച്ചാലും നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ശ്രമിച്ചു നോക്കുന്നു, ഭാരമെല്ലാം സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ. പക്ഷേ ഒന്ന് ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പറയാൻ കാരണം, സമർപ്പിച്ചു കഴിയുമ്പോൾ പോലും വീണ്ടും വീണ്ടും ഈ ചിന്തകൾ വേട്ടപ്പെട്ടിയെ പോലെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ബഹളമയമായ ലോകത്ത് ജീവിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ നിശബ്ദതയുടെ പാതയിലൂടെ വരണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈശോയിലേക്ക് തിരിച്ചു വരാം. ഈശോ എന്താ ചെയ്തേ? പ്രസക്തിയുടെ നെറുകയിൽ പോലും ജനങ്ങളൊക്കെ ഈശോയെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ജനങ്ങൾ ഈശോയോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവരിൽ നിന്നൊക്കെ മാറി ഈശോ മലമുകളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാം, ആ പ്രാർത്ഥനയുടെ ശക്തി, ആ പ്രാർത്ഥനയോടെ തിരിച്ചു വന്ന് വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഈശോ ചെയ്യുകയാണ്, വളരെ കരുണയോടെ, അനുകമ്പയോടെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കൃപയിൽ ജ്വലിച്ചുകൊണ്ട് ഈശോ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ തിരക്കേറിയ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അല്പം മാറി നിൽക്കുവാൻ, നിശബ്ദതയുടെ പാതയിലേക്ക് തിരിച്ചു വരുവാനായി ശ്രമിക്കാം. അതോടൊപ്പം തന്നെ സ്നേഹമുള്ളവരെ, മനസ്സ് ശാന്തമാകുവാണെങ്കിൽ ഈ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾക്ക് നേരിടുവാൻ സാധിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമുണ്ട്. ഈ പരിഹാരം കൃത്യമായി എടുക്കണമെങ്കിൽ ശാന്തമായ മനസ്സിൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായി പറ്റുകയുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, ഈശോയിലേക്ക് തിരിച്ചു വരാൻ, നാഥാ, നിശബ്ദതയിലൂടെ ഞാൻ ആയിരിക്കുന്ന അവസരത്തിൽ അങ്ങനോട് സംസാരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാത്തിരിപ്പിൻ്റെ വഴിയാണ്. വേ ഓഫ് വെയിറ്റിംഗ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് എന്ന്. വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ കാത്തിരിക്കാൻ മാത്രം ക്ഷമ ഒരുപക്ഷെ നമുക്കുണ്ടാവില്ല. അവിടെയാണ് വചനം പറയുക, തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്ക് സമീപസ്ഥനാണ് എന്ന്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 40-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം: കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അങ്ങനെ ശക്തി പ്രാപിക്കണമെങ്കിൽ കാത്തിരിക്കുവാൻ, ഇത് കടന്നു പോകും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ തയ്യാറാകണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കൾ ഇന്ത്യക്ക് അകത്തോ പുറത്തോ പഠിക്കുവാനായി പോകുന്ന അവസരങ്ങളിൽ അവര് എന്നാണ് ഇനി തിരിച്ചു വരികയെന്നുള്ള രീതിയിലുള്ള വീട്ടിലുള്ളവരുടെ കാത്തിരിപ്പുണ്ട്. വിദേശ രാജ്യങ്ങളിൽ
കുടുംബാംഗങ്ങൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇനിയും രാവിലെ മക്കൾ സ്കൂളിൽ പോയി വൈകുന്നേരം വരാനായി കാത്തിരിക്കുന്നവരുണ്ട്. ജീവിത പങ്കാളി ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് വരുവാനായി കാത്തിരിക്കുന്നവരുണ്ട്. ഈ കാത്തിരിപ്പിലെല്ലാം സ്നേഹമുള്ളവരെ വലിയൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ശക്തമായ തിരിച്ചടികൾ നേരിടുമ്പോൾ കാത്തിരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. COVID-19 കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും വലിയ വേദനയിലൂടെ കടന്നുപോയവരാണ്. നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പാടിലൂടെയാ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും സഞ്ചരിച്ചതെന്ന്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പോലും തോന്നി. ഒരു വേരിയന്റ് മാറുമ്പോൾ അടുത്ത വേരിയന്റ് വരുന്നു. അതിനെക്കുറിച്ചുള്ള കിംവദന്തികളല്ല. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു. ചില കുടുംബങ്ങളും വ്യക്തികളുമൊക്കെ തോക്കൊക്കെ വാങ്ങി സൂക്ഷിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവര്. ചിലരൊക്കെ കടലിലേക്ക് ചാടി ചത്ത നിമിഷങ്ങൾ. ചിലരൊക്കെ പണം ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരുവീതികളിലേക്ക് പണമെല്ലാം വലിച്ചെറിയുന്ന ചിത്രങ്ങൾ. ഇവയെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കൊന്നും കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടായില്ല. സ്നേഹമുള്ളവരെ, കാത്തിരിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും യുദ്ധഭീതിയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ സംഘടനകൾ വലിയ യുദ്ധഭീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും സംരക്ഷണ കവചം ഒരുക്കുകയാണ് ഗവൺമെന്റ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ വലിയ മഹാവിപത്തിൽ നിന്ന്, ഈ വലിയ യുദ്ധത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയും നമ്മൾ ശക്തമായിട്ട് കാത്തിരിക്കണം, പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളില് പട്ടാളത്തില് ചേർന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ വേദന വലിയ വേദനയാണ്. അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് TV-യിലൂടെ ന്യൂസുകളിലൂടെ കാണുമ്പോൾ അവരുടെയൊക്കെ ഹൃദയം പിടയും. കാരണം ഇനിയും ഈ മകനെ തിരിച്ചു കാണുവാനായിട്ട് പറ്റുമോ, തിരിച്ചു വരുമോ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, എങ്കിൽ പോലും വലിയ വേദനയാണ്. ഇത് നമ്മുടെയൊക്കെ നിയന്ത്രണത്തിന് അതീതമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുന്ന നിമിഷങ്ങളിലും നമ്മൾ വിശ്വാസത്തോടെ പോകണം. കാരണം ഇതെല്ലാം ദൈവത്തിന് ഏറ്റെടുക്കുവാനും വലിയ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. അപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ കാത്തിരിക്കണം. അതോടൊപ്പം തന്നെ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുവാനായിട്ട് തയ്യാറാകണം. അവിടെ നമുക്കറിയാം, ഒരു ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഉയർപ്പ് ഞായറുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളെല്ലാം കടന്ന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ജീവിതമുണ്ട്. അപ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തന്നെ തേടുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കർത്താവിലേക്ക് തിരിച്ചു വരുവാനായി സാധിക്കും. മിഖായുടെ പുസ്തകത്തില് 7-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ കർത്താവിലേക്ക് കണ്ണുകളുയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്നേഹമുള്ളവരെ, അതാണ് വചനം നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിങ്കിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്താൻ, കാത്തിരിപ്പോടെ കാത്തിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് വിട്ടുകളയലിൻ്റെ ഒരു വഴിയാണ് വേ ഓഫ് ലെറ്റിംഗ്. നമുക്കറിയാം, വേർപാട് വേദനാജനകമാണ്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക, വിട്ടുകളയുക എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും ഒരുപക്ഷെ അധികം ആരോടും പറയാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് നമ്മൾ പങ്കുവച്ചിട്ടുണ്ടാവാം. എന്നാൽ എപ്പോഴോ എങ്ങനെയോ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട്
ആ സുഹൃത്ത് അകന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന വേദന. ഇനി ആ സുഹൃത്ത് നമ്മളുമായിട്ട് അടുത്തുള്ള സുഹൃത്തുക്കളോട് പറയുകയാണ്, അവൻ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ സുഹൃത്ത് മൂലം, ആ സുഹൃത്തിൻ്റെ ശക്തി മൂലം മറ്റു ആത്മാർത്ഥ സുഹൃത്തുക്കളും കൂടെ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വേദന, അതിൻ്റെ ആഴം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു വേദനയാ. കാരണം എന്താ? തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം അത് ശരിയാണ്, അങ്ങനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ വലിയൊരു മനോവ്യതയ, വിട്ടുകളയലിൻ്റെ ഒരു വലിയൊരു വിഷമത്തിൻ്റെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ അവസ്ഥയിൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ആത്മാർത്ഥതയോടുകൂടിയാണ് ഏതു കാര്യവും നാം ചെയ്യുന്നത്, ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മൾ എന്തും പ്രവർത്തിക്കുന്നത് എങ്കിൽ നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു പോയ വ്യക്തികളും കുടുംബങ്ങളുമെല്ലാം ഒരു സുദിനം തിരിച്ചു വരും. എത്രമാത്രം നമ്മിൽ നകന്നു പോയോ അത്രമാത്രം ശക്തിയോടെ നമ്മിലേക്ക് തിരിച്ചു വരികയും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും നമുക്ക് നഷ്ടപ്പെട്ട ആ സന്തോഷം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒരു കുടുംബത്തിൽ 3 മക്കളുണ്ടായിരുന്നു. അവരിൽ രണ്ടാമത്തെ ആൾക്ക് മാനസികമായും ശാരീരികമായും വൈകല്യങ്ങളാണ്. ആ കുടുംബനാഥനും കുടുംബനാഥയും ആ മകനെ വലിയ സ്നേഹത്തോടെ തന്നെ പരിപാലിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ മറ്റു 2 കുട്ടികൾക്കും വലിയ വേദനയും ദുഃഖവും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ഈ മകനെ വീട്ടിൽ നിർത്താനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്നു. മാതാപിതാക്കൾ വലിയ ധർമ്മസങ്കടത്തിലായി. അവസാനം ഈ മകനെ നോക്കുന്ന അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൊണ്ടാക്കേണ്ടി വന്നു. എങ്കിൽ പോലും അവർ ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു. ആഴ്ചയിൽ 1 പോയി ഈ മകനെ സന്ദർശിക്കും. ഇനിയും ക്രിസ്മസോ ഈസ്റ്ററോ അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ആഘോഷം വന്നു കഴിയുമ്പം ആ മകനെ വീട്ടിലേക്ക് കൊണ്ടുവരും. ആ മകനോടൊപ്പം ആയിരിക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ മാതാവും പിതാവും പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ചോ ഇവനിൽ കുറവുണ്ട്, സമ്മതിച്ചു, ഇവൻ അറിയാതെയാണ് പല ഉപദ്രവവും സഹോദരങ്ങൾക്ക് ചെയ്യുന്നത്, എങ്കിൽ പോലും ഇവനെ മാറ്റി നിർത്തേണ്ട വന്നതിൽ വലിയ വിഷമമുണ്ട്, ആ വിട്ടുകളയിൽ വലിയ വിഷമമുണ്ട്, എങ്കിലും ചേർത്ത് പിടിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. ദൈവം പ്രവർത്തിക്കും. കാരണം ഈ മകൻ്റെ വേദനയും അസ്വസ്ഥതയും എല്ലാം ദൈവം മാറ്റി ഞങ്ങളോട് ചേർത്ത് നിർത്താനായിട്ട് ഒരിക്കൽ സാധിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സ്നേഹമുള്ളവരെ, ഇവിടെയും നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. അങ്ങനെ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ശ്രമിക്കാം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് കഷ്ടതയുടെ വഴിയാണ്, വേ ഓഫ് സഫറിങ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ മുതൽക്കൂട്ടായിട്ട് കാണണം. ഞാൻ സന്തോഷത്തോടെ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പകാലങ്ങളിലൊക്കെ തിക്തമായ അനുഭവങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മിഷൻ പ്രദേശത്തേക്ക് പോയപ്പോൾ അവിടെയും ഇതുപോലെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ? എൻ്റെ അടുക്കിലേക്ക് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും അവർക്ക് ആശ്വാസം കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം എന്താ? ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വേദന നമുക്കറിയാം, അനുഭവം തൂത്താൽ പോകുന്നതല്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ സന്തോഷങ്ങളും ആശ്വാസങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തിരുനാളം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ 2ാം ലേഖനത്തിൽ 12ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കഷ്ടതയുടെ വഴിയിലൂടെയുള്ള ഒരു സഞ്ചാരം, ഒരു വേദന തീരും മുമ്പേ മറ്റൊരു വേദന വരുന്ന ഒരു സാഹചര്യം. സ്നേഹമുള്ളവരെ, ഓർക്കുക, ഇവിടെയും പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കണം, ദൈവത്തിൻ്റെ കൃപ മതി, അത് മാത്രം മതി എനിക്ക് മുമ്പോട്ട് പോകുവാനെന്ന്.
അഞ്ചാമത്തെ കാര്യമാണ് നഷ്ടങ്ങളുടെ വഴി, വേ ഓഫ് ലോസ്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് 126-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യട്ടെ. സ്നേഹമുള്ളവരെ, എല്ലാ മേഖലകളിലും വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രതിഫലനങ്ങളുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെ നമുക്ക് ആനന്ദത്തോടെ വരാനായിട്ട് സാധിക്കട്ടെ. ഒരുപക്ഷെ നഷ്ടങ്ങളുടെ വഴിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യം നഷ്ടമായ നിമിഷങ്ങളുണ്ടാവാം, വലിയ സാമ്പത്തിക തകർച്ച, ബിസിനസ്സിലെ പരാജയം. ആ പരാജയം മാത്രമല്ല, പരാജയപ്പെട്ട് കഴിയുമ്പം വീട്ടിൽ നിന്ന് പോലും അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ പോലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അങ്ങനെ വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്നവർ. അതോടൊപ്പം തന്നെ ബന്ധങ്ങളിലെ വിള്ളലുകൾ. 10-15 വർഷമൊക്കെ വലിയ സ്നേഹത്തോടെ ജീവിച്ചു, എന്നാൽ ഒരു സുപ്രഭാതത്തില് വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട അവസ്ഥ, ബന്ധങ്ങൾ അവിടെ നഷ്ടപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥയിലെല്ലാം നമ്മുടെയൊക്കെ മനസ്സ് പുറകോട്ട് വലിയാറുണ്ട്. നഷ്ടങ്ങളുടെ വഴിയെക്കുറിച്ച് ചിന്തിക്കുമ്പം ചിലപ്പോൾ ചില വ്യക്തികൾ പറയും, ജീവിതം മുഴുവൻ പരാജയമായിരുന്നു, ശോകമായിരുന്നു, നഷ്ടങ്ങളുടെ വഴി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. എന്നാൽ സ്നേഹമുള്ളവരെ ഓർക്കുക, വേദനകളും നഷ്ടങ്ങളുമില്ലാത്ത ജീവിതങ്ങളില്ല. അവയെ നമ്മൾ എങ്ങനെ കണ്ടു, അതിനോട് എങ്ങനെ പ്രതികരിച്ചു, അതിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഈശോയിൽ എനിക്ക് ആശ്രയിക്കുവാനായി സാധിച്ചിട്ടുണ്ടോ? ഈ നഷ്ടങ്ങളുടെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന നിമിഷങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഓരോ കുടുംബവും വ്യക്തികളും വന്ന് ധ്യാനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി വരുന്നവരുണ്ട്. അവരൊക്കെ പറയാറുണ്ട്, 4-5 ദിവസം തമ്പുരാനോടൊപ്പം ചെലവഴിക്കുവാൻ സാധിച്ചു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി കേട്ട വചനങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുവാൻ തുടങ്ങി. പിന്നീട് 6-7 മാസം കഴിയുമ്പം അവർ വീണ്ടും വന്ന് ധ്യാനിച്ചിട്ട് സന്തോഷത്തോടെ പറയും, അന്ന് ദൈവം ഞങ്ങളെ സ്പർശിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ കുടുംബത്തോടെ ആത്മഹത്യയൊന്നും ചെയ്യാതെ ഞങ്ങൾ വലിയ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നത്. പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്ന് പോലും അവർ പറയാറുണ്ട്. സ്നേഹമുള്ളവരെ, നഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അത് വലുതാണ്. എന്നാൽ ആ നഷ്ടങ്ങളെയൊക്കെ ലാഭമാക്കി തരാൻ പറ്റുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ നിയന്ത്രണം നഷ്ടമാകുന്ന നിമിഷങ്ങളിൽ നിശബ്ദതയിലൂടെ ആയിരിക്കുവാൻ, കാത്തിരിപ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് ഒന്ന് ചേർന്ന് ശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.